ഇതൊരു 1:15 മണിയായിട്ടുണ്ട്. ഞാനും അപ്പനും അമ്മയും ഭാര്യയും 3 മക്കളും കൂടിയാണ്. ഞങ്ങൾ 7 പേര് അടങ്ങുന്ന കുടുംബമാണ്. അപ്പോൾ ഞാൻ സാധാരണ വള്ളത്തിൽ പോകണോണ്ട് ചെല്ലാന ഹാർബറിൽ ഷാരോൺ വള്ളം എന്ന് പറഞ്ഞ വള്ളത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ വള്ളത്തിൽ പോകുന്നതുകൊണ്ട് ഞാൻ നേരത്തെ മാറി കിടക്കും. അപ്പോൾ ഇന്നലെ ഏകദേശം ഒരു 9-9 നമ്മൾ കിടന്ന് ഏകദേശം ഒരു 12:30 ആയപ്പോൾ മോനൊന്ന് എണീറ്റായിരുന്നു. പുറത്തേക്ക് പോകണമെന്ന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴൊന്നും കാലാവസ്ഥ വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഒരു 1:15 മണിയോടുകൂടി ഭയങ്കര ശബ്ദം ഇങ്ങോട്ട് വരികയായിരുന്നു. ശബ്ദം വന്നിട്ട് എന്താണ് സംഭവിക്കണമെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ഞങ്ങളുടെ റൂം തുറന്ന് പുറത്തേക്ക് വന്നു. പിന്നെ മേലിൽ നിന്ന് ഷീറ്റുകളും സീലിങ്ങുകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. പിന്നെ ഞങ്ങൾ പിള്ളേരെയും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ഓടി പുറത്തേക്ക് ചാടി. ആർക്കും അപകടമൊന്നും ഇല്ല, ആർക്കും അങ്ങനെ പരിക്കുകളൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ താമസിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം. എവിടേക്കും ഇപ്പോൾ ഇന്നലെ രാത്രി ചേട്ടൻ്റെ വീട്ടിലാണ് കഴിഞ്ഞത്. ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുക്കളയൊക്കെ മൊത്തം തകർന്നു പോയിക്കണേ. അതുകൊണ്ട് ഇതുവരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അവരവസ്ഥയിൽ നിൽക്കുകയാണ്. രണ്ടുപേരും, ഒരാൾ +2 പഠിക്കുന്നു, ഒരാൾ 10ാം ക്ലാസ് SSLC പരീക്ഷ എഴുതുന്നു. രണ്ടുപേരും പരീക്ഷയുടെ ഇതിലാണ്. കഴിഞ്ഞ രാത്രി മുഴുവനും പിള്ളേർ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും എക്സാമിന് പോകാൻ വേണ്ടി ഒരാൾ എക്സാമിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ സഹായിക്കണമെന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. അങ്ങനെ തന്നെയാണ്. വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ച കൂടിയാണ്. കാരണം ടെട്രാപോഡുകളുടെയൊക്കെ നിർമ്മാണം കഴിഞ്ഞു. അദ്ദേഹത്തോട് പറയാം, നമ്മളിപ്പോൾ 3 വീടുകളല്ലേ തകർന്നു പോയിരിക്കുന്നത്. ചെല്ലാനത്ത് 24 3 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞേക്കും അവരോട്. സങ്കടപ്പെടേണ്ട, അവരോടൊപ്പം നമ്മളുണ്ടെന്ന് പറഞ്ഞേക്കാം. SKN സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. SKN ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. ഈ തകർന്നു കിടക്കുന്ന ഈ വീടുകൾ അത് 24 ആ വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് SKN അറിയിച്ചു. വളരെ നന്ദി. അതിന് നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും SKNോട് തീർത്തും നന്ദി പറയുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഈ അപകടം ഉണ്ടായത് തന്നെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളെ അറിയിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വാർഡ് മെമ്പറിനെ അറിയിച്ച്, നമ്മുടെ ബ്ലോക്ക് മെമ്പർ ജിനുവിനെ അറിയിച്ച്, പിന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ ആൾക്കാരെയൊക്കെ എല്ലാവരും മുഴുവൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് എല്ലാവരും തന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അത് നമ്മുടെ തീർത്തും സന്തോഷം. എന്തായാലും ആ സങ്കടകരമായ ആ സമയത്താണ് നമ്മുടെ കണക്കിൽ ചേർത്തുള്ളൂ. അൻമരിയ സണ്ണയ ഈ 3 കുടുംബത്തിനോടും അറിയിച്ചേക്കാം നമ്മൾ എത്രയും പെട്ടെന്ന് 3 വീടുകൾ അവർക്ക് നിർമ്മിച്ചു കൊടുക്കും എന്നുള്ളത്. ഓക്കെ, താങ്ക് യു അൻമരിയ. ചെല്ലാനത്തെ ആളുകളുടെ കണ്ണീരിൻ്റെ സ്പർശം നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു തീരുമാനമെടുക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.